ഇപ്പോൾ മുൻ SP ശ്രീ സക്രിയ ജോർജ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സക്രിയ ജോർജ്, നമസ്കാരം, സ്വാഗതം ന്യൂസ് 18ലേക്ക്. ഇപ്പോൾ ന്യൂസ് 18 ഈ പുറത്തുവിടുന്ന ഈ വാർത്ത, സാധാരണക്കാരായ സ്ത്രീകൾ ഡാർക്ക് വെബ് എന്ന് പറയുന്ന ഒരു മാർഗത്തിലൂടെ തട്ടിപ്പ് നടത്തുന്ന ഒരുപാട് ആളുകളുടെ ചതിക്കുഴിയിൽ എങ്ങനെ വീണു പോകുന്നു എന്നതിനെക്കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കാൻ സാധിക്കില്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം ഭാഗമായി മാറിയിരിക്കുകയാണ്, ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് എന്നതിനപ്പുറം നമ്മുടെ ഔദ്യോഗിക തലങ്ങളിൽ അടക്കം നമ്മൾ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ ആപ്പുകളാണ്. അപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. പക്ഷേ അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്വകാര്യത ഹനിക്കപ്പെടുകയാണ്, ഇത്തരത്തിൽ നമ്മളെ ചതിക്കുഴിയിൽ പെടുത്തുകയാണ്. അതിനപ്പുറം അത് ഉപയോഗിച്ച് അത്തരത്തിലുള്ള മോർഫ് ചെയ്യപ്പെട്ട ചിത്രങ്ങൾ ഉപയോഗിച്ച് പണം തട്ടുന്ന വലിയ സംഘം പിന്നാലെ കൂടുന്നു. ചതിയുടെ ഒരു വലിയ ലോകത്തിന്റെ ചെറിയ ഒരു അംശത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നതല്ലേ സാഹചര്യം? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുത്തൻ കണ്ടുപിടുത്തങ്ങൾ വരുമ്പം അതിൽ നിന്നുണ്ടാകുന്ന പ്രോബബിൾ ഇഷ്യൂസ് പോലീസ് അത് മുൻകൂട്ടി കാണണം, ഫോർസീ ചെയ്യണം. പോലീസിനകത്ത് 1969 പോലീസ് മാനുവലിനകത്ത് തന്നെ ഒരു പോലീസ് റിസർച്ച് സെന്റർ എന്ന് പറഞ്ഞൊരു വാക്ക് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു പാരഗ്രാഫ് ഉണ്ട്. പക്ഷെ അത് ഒരിക്കലും ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല. പിന്നെ എന്നെ പൂന പോലീസ് റിസർച്ച് സെന്റർ പഠിക്കാനായിട്ട് വിട്ടിട്ട് ഞാൻ റിപ്പോർട്ട് കൊടുത്തു. പക്ഷെ കാര്യക്ഷമമായ ഒന്നും ചെയ്തില്ല. പോലീസ് അക്കാഡമിയിൽ അവിടുത്തെ റീജിയണൽ ഫോറൻസിക് ലാബിന്റെ മുമ്പിൽ ഒരു ചെറിയ ബിൽഡിംഗ് പണിതിട്ടിട്ടുണ്ട്. അതിപ്പം കാട് കയറി കിടക്കുവാണ്. തീർച്ചയായിട്ടും ഈ പോലീസ് റിസർച്ച് സെന്റർ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ചിന്തിക്കാനും അതുപോലെ സാമൂഹ്യ പ്രതിബദ്ധതയോട് ജോലി ചെയ്യാൻ പറ്റുന്ന താല്പര്യമുള്ള ഉദ്യോഗസ്ഥന്മാരെ അവരെ നിയമിച്ചുകൊണ്ട് ഈ റിസർച്ച് സെന്റർ ആക്ടിവേറ്റ് ചെയ്യേണ്ടതും ഈ ഓരോ എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാംസ് അല്ലെ പുതിയ ഇൻവെൻഷൻ കൊണ്ട് എന്താണേലും ശാസ്ത്ര സാഹിത്യ രംഗത്താണേലും എവിടെയാണേലും ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്നും ഉണ്ടാകാൻ പോകുന്ന സാധ്യതയുള്ള കുറ്റകൃത്യങ്ങളെ പറ്റി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഡാർക്ക് വെബ് എന്ന് പറഞ്ഞ ഒരു സാധനം കേട്ട് കഴിയുമ്പോൾ അതിൽ നിന്നുള്ള പോസിബിൾ ആയിട്ടുള്ള എന്തൊക്കെയാണ് കാര്യം? പോലീസിന്റെ ബേസിക് ജോലി ജനങ്ങളുടെ ജീവനും സ്വത്തിനും മനുഷ്യാവകാശ നിയമങ്ങളിലൂടെ വന്നപ്പോൾ അഭിമാനവും രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ മോർഫ് ഇതൊക്കെ ആൾക്കാരെ ഭയപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഡിഗ്നിറ്റിയാണ് അത് ഡീബേസ് ചെയ്യുന്നത്. അതൊരു ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആണ്. അതെ, പക്ഷേ സക്രിയ ജോസഫ്, അതായത് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത് നിഗൂഢമായ ഒരു ഇരുൾ അറയാണ്. അവിടെ എത്തിപ്പെടുക, അവിടുത്തെ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതലായി ഇറങ്ങിച്ചെന്ന് ഈ തെറ്റായ പ്രവണതകളുടെ വേരറക്കുക എന്ന് പറയുന്നത് നമ്മുടെ പോലീസിനും മറ്റ് നിയമ സംവിധാനങ്ങൾക്കുമെല്ലാം അപ്രാപ്യമായ ഒരു കാര്യമല്ലേ? അത് ടെക്നിക്കലി നോക്കുമ്പോൾ അതല്ലേ വാസ്തവം. പക്ഷെ അപ്പോൾ എങ്ങനെ ഈ വിഷയത്തിൽ ഇത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും, ക്രിമിനലുകളെ പിടികൂടാൻ സാധിക്കുമെന്ന വലിയ ചോദ്യം അവിടെ അവശേഷിക്കുകയല്ലേ? നമ്മള് എല്ലാ നമ്പർ വൺ എന്ന് കൊട്ടിഘോഷിച്ച് കുറെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന സാധാരണ മനുഷ്യന്റെ ഭാഷയിൽ പറഞ്ഞാല് തള്ള് അല്ലെങ്കിൽ ബഡായി, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖമുദ്ര. അപ്പം ജനങ്ങളാരും ഇതിന് ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു പത്രസമ്മേളനവും അല്ലെങ്കിൽ പിന്നീട് ഒരു ലോഞ്ചിങ്ങും ഒക്കെ നടത്തി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സിൻസിയർ ആയിട്ടുള്ള ഫോളോ അപ്പും കാര്യങ്ങളും ഇല്ല. 2005-2006 കാലഘട്ടത്തില് പിന്നെ നമ്മള് പോലീസിൽ നെറ്റ് പെട്രോൾ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വലിയ പ്രഖ്യാപനം നടന്നു. അതായത് നെറ്റില് പോലീസിന്റെ പിന്നെ സൈബർ ടീം പിന്നെ വാച്ച് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കുമെന്നൊക്കെ പറഞ്ഞ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ജസ്റ്റിസ് പത്മനാഭൻ നായർ സാറ് പിന്നെ പോട്ടക്കേസ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ ഒരു ഭീഷണി വന്നിരുന്നു. മേളിലോട്ട് പോകാൻ റെഡിയായിക്കോളാൻ എന്ന് പറഞ്ഞിട്ട് അന്ന് 2007 ആദ്യം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. എന്നിട്ട് അവിടെ കേസൊക്കെ എടുത്ത് അത് 28 ദിവസം കൊണ്ട് ആ കേസ് ക്ലോസ് ചെയ്തു. ഒരു ഹൈക്കോടതി ജഡ്ജായിരുന്ന അദ്ദേഹം വിധിന്യായത്തിന് ശേഷം ഭീഷണിപ്പെടുത്തിയ കേസ് 1 മാസത്തിനുള്ളിൽ അത് തീർത്തു. സാധാരണഗതിയിലെ പോലീസ് മാനുവൽ അനുസരിച്ച് 3 മാസം കഴിഞ്ഞിട്ടേ ഒരു കേസ് അൺഡിറ്റക്ട് ആയി മാറ്റത്തുള്ളൂ. നമുക്കറിയാം മോൻസൺ മാവങ്കലിന്റെ അവിടുന്ന് ഈ മോശയുടെ അംശവടിയോ ഏതെങ്കിലും വാളോ കാണാ പോയെങ്കിൽ
അത് പോലീസ് വളരെ സജീവമായി അന്വേഷിക്കും. ഒരു ജഡ്ജിക്ക് ഭീഷണി വന്നിട്ട് അത് അന്വേഷിച്ചില്ല. അതിന്റെ പുറകിൽ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു കാര്യമാണ്. അത് ഞാൻ റിപ്പോർട്ടായിട്ട് കൊടുത്താണ്. അന്നത്തെ ADGP ഇന്റലിജൻസ് ശ്രീ ജേക്കബ് ന്യൂസ് അത് മുക്കി. കാരണം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞത് ജയകൃഷ്ണൻ മാഷിന്റെ അതിന്റെ വധത്തിന് പുറയിലുള്ള ഫോഴ്സ് ആകാനായിട്ട് തോന്നി. കാര്യം അത് തീർച്ചയായിട്ടും അധികാരത്തിലുള്ള പാർട്ടിയുടെ ശക്തി കൊണ്ട് ഉണ്ടായ ഒരു കാര്യമായിട്ട് കരുതേണ്ടിയിരിക്കുന്നു. പക്ഷെ ഞാൻ കൊടുത്തു അദ്ദേഹത്തിന് നെറ്റ് പെട്രോളിംഗ് നടത്തി അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ ജേക്കബ് തോമസ് സാറിന്റെ കാര്യത്തിനകത്തും അതുപോലെ ഒരു ത്രെട്ട് KT ജോസഫ് എന്ന് പറഞ്ഞ അയാൾ മരിച്ചുപോയി, വ്യവസായി ജേക്കബ് തോമസ് സാറായിട്ട് ഇഷ്യൂവിനകത്ത് ഞാൻ എഴുതിയിരുന്നു. പക്ഷെ ആർക്കും ഇവരൊന്നും ചെയ്യില്ല. ഇവർക്ക് താല്പര്യം രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരെ സൂചിപ്പിച്ച് നമ്മളില്ല പറയുമല്ലോ, ബാലഗോപാലിനെ വെണ്ണ തേപ്പിച്ചു എന്ന് പറയുന്ന പോലെ അധികാരത്തിൽ ഇരിക്കുന്നവരെ സോഫ്റ്റ് ഓപ്പ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ നേടുക എന്നല്ലാതെ ഇവിടുത്തെ സാധാരണക്കാരന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്ന കാര്യങ്ങളില്ല. അപ്പൊ നമ്മള് ഹൈദരാബാദിലൊക്കെ പോയാല് അവിടുത്തെ പോലീസൊക്കെ വളരെ എഫിഷ്യന്റ് ആണ്. അവർ ഈ നമ്പർ 1 എന്നൊന്നും പറഞ്ഞ് അവര് ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തെ തന്നെ മികച്ച സൈബർ സംവിധാനമുള്ള അല്ലെങ്കിൽ സൈബർ സെല്ലല്ലേ നമുക്കുള്ളത്, നമ്മുടെ ഈ പോലീസ് സംവിധാനത്തിലും ഉള്ളത്. എത്രയോ ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച എത്രയോ കേസുകൾ തെളിയിച്ചിരിക്കുന്നു, നീതി നടപ്പാക്കിയിരിക്കുന്നു. അത് മറക്കാതെ പോകാൻ കഴിയുമോ? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഡാർക്ക് വെബിനകത്തുള്ളവർ കണ്ടുപിടിക്കട്ടെ. മികച്ചതാണെങ്കിൽ നമുക്ക് ഈ പോസിബിൾ ആയിട്ടുള്ളത് ചെയ്യുന്നതിനകത്ത് ആർക്കും വലിയ ക്രെഡിറ്റ് എടുക്കാനുള്ള. ഇമ്പോസിബിൾ ആയിട്ട് ചെയ്യുമ്പോഴാണ് ഒരാളുടെ കാലിബർ മെറ്റൽ കേപ്പബിലിറ്റി അളക്കുന്നത്. അപ്പൊ ഇപ്പം തന്നെ എന്നോട് ചോദിച്ചതിനകത്ത് പറഞ്ഞല്ലോ സാധാരണക്കാരനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതെന്ന്. സാധാരണക്കാരനെ എന്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല? നമ്മളെ ഈ സാധാരണ നമ്മൾ അടുത്തുള്ള ഒരു കുന്നുംപുറം നമ്മള് ക്ലൈംബ് ചെയ്ത് കയറിയാൽ അത് വലിയ കാര്യമൊന്നുമില്ല. എവറസ്റ്റ് കയറുമ്പോഴാണ് ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടി കയറുമ്പോഴാണ് അച്ചീവ്മെന്റ്. പക്ഷെ ഇതൊരു വലിയ ശൃംഖലയാണ്. 1-2 ആളുകളെ പിടിച്ചത് കൊണ്ട് നമുക്ക് അതിന്റെ വേരിറക്കാൻ കഴിയില്ല എന്നതാണ് സാഹചര്യം. മാത്രമല്ല ഈ സംഘങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിലായിരിക്കാം, രാജ്യത്തിന് തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കാം. അതൊക്കെ പോലീസിന് വലിയ വെല്ലുവിളിയല്ലേ? ഞാൻ അതിന് മറുപടി പറയാം. നമ്മുടെ കേരള പോലീസിനകത്ത് ഇപ്പോഴത്തെ IPS ഒത്തിരി നല്ല ആൾക്കാരുണ്ട്. നല്ല ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാല് IT ഫീൽഡുമായി റിലേറ്റഡ് ആയി IIT ന്നും NIT ന്നും ഒക്കെ പാസ് ഔട്ട് ചെയ്ത് ഈവൻ US പോയി IT ഡിപ്പാർട്ട്മെന്റിലൊക്കെ നിന്നിട്ട് ഇന്ത്യൻ പോലീസ് സർവീസിനോട് ഒരു താല്പര്യവും അഭിമാനവും ഒക്കെ അതിൽ ഭാഗമാകുന്നത് നോക്കി ആ ജോലികളും ഒക്കെ ഭയങ്കര സാലറി ഉള്ളതൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വന്നവരുണ്ട്. അവരെയൊക്കെ നമ്മൾ വീഞ്ഞപ്പെട്ടിയുടെ പുറത്തായിരിക്കുന്നത്. ഇവിടെ കുറെ രാഷ്ട്രീയക്കാരുടെ സൈക്കോ ഫാൻസ് ആയിട്ടുള്ള IPSകാര് ഈ ജനശ്രദ്ധ പിടിക്കാൻ വേണ്ടി സൈബർ ഡോം അതും ഇതും ഒക്കെ ഉണ്ടാക്കി വരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ സൈബർ ഡോം പുറത്താണ് ചെയ്യുന്നത്? അല്ല, ഒരിക്കലെ ഇന്ത്യൻ നേവിയുടെ ഉദ്യോഗസ്ഥന്മാര് ഒരു റിയർ അഡ്മിറലും ആർമി എന്നുള്ള ഒരു മേജർ ജനറലും കൂടെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അവർ ഈ സൈബർ ഡോം പഠിക്കാൻ വന്നു. പക്ഷെ അവരത് വലുതായിട്ട് എന്റർടൈൻ ചെയ്തില്ല. കാരണം ഇത് ഓർഗനൈസേഷന്റെ പുറത്താണ് സൈബർ ഡോം വെച്ചേക്കുന്നത്. അപ്പം പുറത്ത് ഇൻഡിവിജ്വൽ ഉണ്ട്, ഏത് സാധനം വേണേലും സ്റ്റീൽ ചെയ്ത് പോവാം. നമുക്കറിയാം, നമ്മള് കോവിഡ് ഒക്കെ വന്നപ്പോഴേ നമ്മള് ഡാറ്റ ഒക്കെ പേഴ്സണൽ ഡാറ്റ ഒക്കെ പുറത്തു കൊടുക്കുമെന്നും അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ഇഷ്യൂസ് നമ്മളെല്ലാം ചർച്ച ചെയ്ത് ഹൈക്കോടതി വരെ കേസ് പോയതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പുറത്ത് സൈബർ ഡോം പുറത്തുള്ളവർക്ക് കൊടുക്കാതെ അകത്തുള്ള കേരള പോലീസിന്റെ ITയിലുള്ള മിടുമിടുക്കന്മാരായ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ കൊണ്ടൊക്കെ വേണം ഇത് ഇൻസ്റ്റാൾ ചെയ്ത് അതിന്റെ സീക്രസി കീപ്പ് ചെയ്യണം. മാത്രമല്ല പോലീസിനകത്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് R&D വളരെ വലുതായിട്ട് എടുക്കണം. എനിക്ക് തോന്നുന്നത് 2007 ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറ് പോലീസ് അക്കാഡമിയിലുള്ളപ്പോൾ പരേതനായ അന്നത്തെ BPN ഡയറക്ടർ ഒരു കോശി സാർ ഉണ്ടായിരുന്നു, K കോശി, മലയാളിയാണ്, പത്തനംതിട്ട ജില്ലക്കാരനാണ്, ഹരിയാന കേഡറായിരുന്നു. അദ്ദേഹം BPN ഒരു റിസർച്ച് സെന്റർ, സാറ്റലൈറ്റ് സെന്റർ കേരളത്തിൽ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ലെറ്ററൊക്കെ എഴുതിയതാണ്. ആ കത്തൊക്കെ വെറുതെ ഏതെങ്കിലും മൂലക്കിരിക്കുന്നു. ഇതൊന്നുമില്ല. ഇവിടെ ജനതയും നമ്മുടെ രാജ്യത്തിന്റെ നന്മയും കണ്ടുകൊണ്ട് ലാക്കാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളൊന്നും അല്ല. ഇവിടെ എല്ലാം ഷോർട്ട് ടൈം മാനേജ്മെന്റ് ആണ്. അവരവരുടെ താല്പര്യങ്ങളെ ഭരണത്തിലിരിക്കുന്നവരെ സന്തോഷിപ്പിക്കുക. ഇതല്ലാതെ രാജ്യത്തിന്റെ വലിയൊരു ലാർജർ ഇൻട്രസ്റ്റ് നോക്കി ജനങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കി ജനങ്ങൾക്ക് സേഫ്റ്റി എൻഷുർ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് വേണ്ടുന്ന ഒരു വ്യതിന്യായമാണ്. അത്
പുതിയ സ്റ്റേറ്റ് പോലീസ് ചീഫ് രവീന്ദ്ര ചന്ദ്രശേഖർ സാറിന് അങ്ങനെ ഒരു പോളിസിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുവാണെങ്കിൽ കേരളത്തിന് ഒത്തിരി ആശ്വാസം ഉണ്ടാകുമെന്നാണ് എന്റെ ചിന്ത. ശരി, വളരെ നന്ദി ശ്രീ സക്രിയ ജോർജ് ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. മുൻ SP ആണ് നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ